കണ്ണ് തുറന്നാൽ ജനനം, കണ്ണടച്ചാൽ മരണം. കണ്ണിമ ചിമ്മുന്നതിനിടയിൽ നടക്കുന്ന ജനനവും മരണവും നിലയില്ലാത്തതാണ് മനുഷ്യ. ഹേ മനുഷ്യ, നീ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് സമ്പാദിച്ചു കൂട്ടിയ പണവും സ്വത്തുമൊന്നും നിനക്ക് അവകാശപ്പെട്ടതല്ല. നീ നേടിയെടുക്കുന്ന സൽപ്പേര് മാത്രം എന്നും നിന്റെ കൂടെ ഉണ്ടാകും. നിന്റെ മഞ്ചല് ചുമക്കുന്ന 4 പേരും നിന്റെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് നിന്റെ ആശകളും സ്വപ്നങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നീ ശാന്തനായി ഉറങ്ങൂ. നിന്നെ മറക്കാൻ വേണ്ടി ഞാൻ എത്ര തന്നെ ശ്രമിച്ചാലും മറക്കാൻ കഴിയുന്നില്ല എനിക്ക്. നിന്റെ ഓർമ്മകൾ കൂടെയുണ്ട്. എല്ലാവരും കൂടെയുണ്ടെങ്കിലും ഞാൻ തനിച്ചിവിടെ ജീവിക്കുന്നു. സത്യം പറഞ്ഞ സമയത്ത് ജോലി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഈ പണ്ടാരം മദ്യമുണ്ടല്ലോ, സമയത്ത് കുടിച്ചില്ലെങ്കിൽ അയ്യോ ഞരമ്പൊക്കെ വലിഞ്ഞ് പൊട്ടിപ്പോകുമെന്ന് തോന്നുന്നു. അതുപോട്ടെ, ഈ അപ്പു കള്ളുമായിട്ട് വരാന്ന് പറഞ്ഞാണല്ലോ. ഇയാൾ എവിടെ പോയി കിടക്കുക? ഓയ് അപ്പുവേ! എന്റെ പൊന്നു മദ്യമേ, ആഹാ, നീ ഈ കുപ്പിയിൽ കിടക്കുന്നിടത്തോളം നന്നായിരിക്കും. ഇത് കുടിച്ചു കഴിയുമ്പോഴേക്കും നിന്റെ തനിനിർ നീ പുറത്ത് കാണിക്കുകയും ചെയ്യും. നിന്നെ കുറിച്ച് രാവോളം കഥ പറഞ്ഞാലും ഒന്ന് തീരണ്ടേ? സാമ്പിൾ, ക്വാർട്ടർ, ഹാഫ്, ഫുള്ള് ഇതുപോലെ 4 പേര് വെച്ചിരിക്കുന്ന എന്റെ പൊന്നു മദ്യമേ, നിനക്ക് 1000 കോടി പ്രണാമം. വാടാ വാടാ അപ്പു. ശ്രീമൻ അഖണ്ഡാതി ബ്രഹ്മാണ്ട പാണ്ഡം ഭുസൂതി മനപ്പാടേന സന്തുലേ കുണ്ട നിന്തി ഉന്നത്തി. ഇത് സേവിക്കുമെല്ലാ ഡ്രൈവറും മേസ്തിരി, വെൽഡർ, മാസ്റ്റർ, അങ്ങനെ സകലമായ ആൾക്കാരും കണ്ണടച്ച് സേവിക്കുന്ന മദ്യമാണിത്. പെരുത്ത് കേറുന്നടാ, ഒന്ന് വേഗം വാ. നമസ്തേ നമഃ. അല്ല ഗുരു, അങ്ങയോട് എനിക്കൊരു കാര്യം ചോദിക്കണമായിരുന്നു. എന്താ അറിയണ്ടേ? അങ്ങയെ ഞാൻ എപ്പ കണ്ടാലും വളരെ വിഷമത്തോടു കൂടി കീഴ്പോട്ട് നോക്കിയിരിക്കുന്നത് കാണാമല്ലോ ഗുരു. അല്ല ഗുരുവേ, ഭയങ്കര കാറ്റടിക്കുന്നല്ലോ. മഴയുണ്ടെന്ന് ടിവിയിലൊന്നും പറഞ്ഞില്ലല്ലോ. എടാ അപ്പുവേ, വാർത്തയില് കാറ്റുണ്ടെന്ന് പറഞ്ഞാ ഇല്ല എന്നർത്ഥം, ഇല്ലെന്ന് പറഞ്ഞാ ഉണ്ടെന്ന്. ഇതൊന്നും ഇത്രയും കാലമായിട്ട് നിനക്ക് അറിയത്തില്ല അപ്പു? അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ കാട്ടിൽ തനിച്ച് താമസിക്കുന്ന ആളാ ഞാൻ. എപ്പ ശവം വരുമെന്നോർത്ത് ദഹിപ്പിക്കാൻ വേണ്ടി. എന്റെ ശ്മശാനത്തിനെ കുറിച്ച് നീ അങ്ങനെ കൊച്ചാക്കി സംസാരിക്കണ്ട. വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഈ ദേശത്തെ ചക്രവർത്തി ആ ഹരിചന്ദ്രൻ പോലും ഈ ജോലിയൊക്കെ തന്നെയാ ചെയ്തിരുന്നേ. അപ്പോ ഈ ദേശത്തെ പ്രധാനമന്ത്രി ആയാലും ഇനി മുഖ്യനായാലും ജില്ലാ കളക്ടർ ആയാലും പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ഇവരൊക്കെ ഇവിടെ വരാതെ എവിടെ പോവാനാടാ? പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ഇതിനൊക്കെ കാരണം ആ റാണിയുടെ ആത്മാവാണോ? മിണ്ടായിരടാ, ഇത് രാജാവിന്റെ കൊട്ടാരമല്ലേ? അതെ. ആ രാജാവിന്റെ മരുമകളും റാണിയും എപ്പോഴും ആത്മഹത്യ ചെയ്തു. അവരുടെ ആത്മാവൊക്കെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ടെന്ന് നിന്നെ പോലെ പലരും പറയുന്നുണ്ട്. ഗുരു, നിങ്ങൾ എന്തെങ്കിലും ഇപ്പൊ കണ്ടായിരുന്നോ? എടാ പേടിത്തൊണ്ടൻ അപ്പു, എന്റെ കണ്ണിലിപ്പൊ കാണാൻ കഴിയുന്നത് മദ്യം, പിന്നെ നീ. വേറെ ഒന്നും ഈ ഞാൻ കാണുന്നില്ലടാ.